വളരെ താമസിച്ചാണ് പലപ്പോഴും ക്യാൻസർ ആയിട്ട് അത് നമ്മളുടെ ആരുടെയും തെറ്റല്ല. ഈ ടി ബിയും ക്യാൻസറും ഏകദേശം ഒരു സിമിലർ സിംറ്റംസ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ്. ശ്വാസകോശത്തിലായാൽ പോലും പല ആൾക്കാരും ക്യാൻസറിനെയും ടി ബിയെയും വേർതിരിക്കാൻ ഡോക്ടർമാർക്ക് പലപ്പോഴും പ്രയാസപ്പെടുകയും ചെയ്യും. പക്ഷേ ടി ബി അസുഖം ആണ് എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മരുന്ന് കറക്റ്റായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും മാറാൻ പറ്റുന്നതാണ്. എനിക്കിപ്പോൾ ടി ബി അസുഖമുണ്ട് എന്ന് സങ്കല്പിച്ചോളൂ. ഉണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് 30% ആൾക്കാർക്ക് മരുന്ന് കഴിച്ചില്ലെങ്കിൽ പടരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ 30 പേരിൽ നിന്ന് വീണ്ടും 30 പേർക്ക് അസുഖം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ടി ബി എന്ന് പറയുന്നത് നമ്മളിപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു സ്പെഷ്യലായിട്ടൊരു പ്രോഗ്രാം ഉണ്ട്, നാഷണൽ ടി ബി എലിമിനേഷൻ പ്രോഗ്രാം എന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ജില്ലയിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രവർത്തനത്തിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ട് നേരിടുന്നത് ഞങ്ങൾ മീൻസ് ഞങ്ങളുടെ ടീം അംഗങ്ങൾ, ഹെൽത്തിലെ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫ് അംഗങ്ങൾ ബുദ്ധിമുട്ട് നേരിടുന്നത് ഇങ്ങനെയുള്ള ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ സ്ഥിരമായി ഒരു സ്ഥലത്ത് നിൽക്കാതെ മാറി മാറി ജോലി ചെയ്യുന്ന ആൾക്കാരെ മരുന്ന് എത്തിക്കുക, മരുന്ന് കൊടുക്കുക എന്നുള്ളതാണ്.